ഹായ്, നമ്മൾ എവിടേക്കാ പോണേ? ഞങ്ങൾ ഇന്ന് ഇഞ്ചി പറിക്കാൻ പോവാണ്. ആമീസ് ഒരു സാധാരണ നഴ്സറി അല്ലെങ്കിൽ പ്ലാന്റ് ഗാർഡൻ എന്നതിലുപരി എല്ലായ്പ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ മുന്നിലേക്ക് ഒരു വ്യത്യസ്തത കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പല ആശയങ്ങളും കൊണ്ടുവരികയും നടപ്പാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന ഒരു ഐഡിയനെ പറ്റി ഒരു ഇൻഫോർമേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഏപ്രിൽ മാസത്തിലായിരുന്നു നമ്മൾ ഈ ഇഞ്ചി ഗ്രോ ബാഗിൽ നടുന്ന കാര്യങ്ങൾ നടീൽ പ്രവൃത്തികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ അതിൻ്റെ ഗ്രോത്ത് എത്രത്തോളമായി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ഗ്രോ ബാഗ് നമുക്കിന്ന് നോക്കി നോക്കാം. എത്രത്തോളം നമുക്കൊരു ഗ്രോ ബാഗിൽ വളർത്തുമ്പം ഒരു വീടുകളിലൊക്കെ നമ്മുടെ അത്യാവശ്യത്തിനുള്ള രീതിയിൽ ഇഞ്ചി വളർത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വളർച്ചയായി കിട്ടും, അതൊരു ഫലവത്തായിട്ടുള്ള പ്രവൃത്തി തന്നെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് അതിൽ നിന്ന് ഒരു ഗ്രോ ബാഗ് എടുത്ത് തുറന്നു നോക്കാം കേട്ടോ. ഓകാ കത്തി ഉണ്ടോ നമ്മളതിൽ? എന്താ ഉള്ള അരിവാളോ? വീട്ടിൽ കൊണ്ടുപോവാനാ? എത്ര ഉണ്ട് നോക്കാം. അന്ന് നമ്മൾ വെച്ചല്ലേ. റോഡ് സൂപ്പറാ. അതെ, അതേപോലെ ഉണ്ടല്ലേ. ഇതെല്ലാം പറിക്കാനായോ? ഇതെപ്പോഴാ പറിക്ക? ഡിസംബർ ലാസ്റ്റിലോ? ഇത്രയും ഇഞ്ചി ഉണ്ട് അല്ലേ? നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ഇഞ്ചി ഒക്കെ ഉണ്ട്.